ഹേയ് ഫ്രണ്ട്സ്, ഒബ്സ്റ്റട്രിക്സ് ആൻഡ് ഗൈനക്കോളജിയുടെ പുതിയൊരു ടോപ്പിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അബോർഷൻ എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇത് അത്യാവശ്യം ലോങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതുകൊണ്ട് തന്നെ ഓരോ പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ ഈ വീഡിയോയിൽ മെയിനായിട്ടും എന്താണ് അബോർഷൻ, അതായത് അബോർഷൻ്റെ ഡെഫിനീഷൻ, പിന്നെ അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണ്, റീസൺസ് എന്തൊക്കെയാണ്, പിന്നെ നമ്മുടെ ഇന്ത്യയിൽ അബോർഷൻ ലീഗലാണോ അതോ ഇല്ലീഗലാണോ, പിന്നെ ഇതുകൊണ്ടുണ്ടാകുന്ന റിസ്ക് എന്തൊക്കെയാണ്, ഇതിൻ്റെ മിത്സ്, ഫാക്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ കൺക്ലൂഷന്. ഇത്രയും കാര്യമാണ് ഞാൻ മെയിനായിട്ടും പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ ഏതെങ്കിലും ഒന്നോ രണ്ടോ ടൈപ്പ് അബോർഷൻ്റെ ടൈപ്സും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ. ബാക്കിയൊക്കെ അടുത്ത വീഡിയോയിലായിരിക്കും. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് അബോർഷൻ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ അമ്മയുടെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കുഞ്ഞിനെ നീക്കം ചെയ്യുന്ന പ്രൊസീജിയറാണ് അബോർഷൻ. മെയിനായിട്ടും ഇത് പല ടൈപ്സ് ഉണ്ട്. മെഡിക്കൽ അല്ലെങ്കിൽ സർജിക്കൽ മെത്തേഡ്സാണ്. അപ്പോൾ ഈ രണ്ട് മെത്തേഡ്സിലൂടെ കുഞ്ഞിനെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യുന്ന അല്ലെങ്കിൽ യൂട്രസിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കം ചെയ്യുന്ന പ്രൊസീജിയറാണ് അബോർഷൻ. മെയിനായിട്ടും ഇതിനൊരു രണ്ട് ടൈപ്പാണ് വരുന്നത്, സ്പോണ്ടേനിയസ് ആൻഡ് ഇൻഡ്യൂസ്ഡ്. ഈ സ്പോണ്ടേനിയസിൻ്റെ അണ്ടറിൽ ഒരു 6 ടൈപ്പ് വേറെ വരുന്നുണ്ട്. ത്രെട്ടൻഡ്, ഇന്നെവിക്റ്റബിൾ, ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റ്, മിസ്സഡ് ആൻഡ് സെപ്റ്റിക്. ആൻഡ് ഇൻഡ്യൂസ്ഡിൻ്റെ അണ്ടറിൽ വരുന്നതാണ് മെഡിക്കൽ ആൻഡ് സർജിക്കൽ. അപ്പോൾ ഈ ടൈപ്പ് ഓരോന്നും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് ഇതിൻ്റെ റീസൺസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ട് 4 റീസൺസ് ആണുള്ളത്. ഒന്ന്, അൺപ്ലാൻഡ് പ്രഗ്നൻസി, അതായത് 2 കപ്പിൾസ് അവർ ഫാമിലി പ്ലാനിങ് ഒന്നും പ്രോപ്പറായിട്ട് ചെയ്യാണ്ട് അൺപ്ലാൻഡ് ആയിട്ടുണ്ടാകുന്ന ഒരു പ്രഗ്നൻസി ആണെങ്കിൽ അവർ അബോർഷൻ എന്നുള്ളൊരു ചോയ്സുമായിട്ട് മുന്നോട്ട് വരും. രണ്ടാമത്തേതെന്ന് പറഞ്ഞാൽ മെഡിക്കൽ റീസൺസ് ആണ്. അതിൽ വരുന്നത് ഒന്നെങ്കിൽ ഫീറ്റസിന് എന്തെങ്കിലും മാൽഫോർമേഷൻസ്, കുട്ടിക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാവുന്ന രീതിയിൽ, അതായത് ഈ കുഞ്ഞ് ജനിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അമ്മയ്ക്ക് ഹൈ റിസ്ക് ആണ് എന്നുള്ള കേസാണെങ്കിൽ, അതുപോലെ തന്നെ ഈ കുട്ടി ജനിച്ച കുട്ടിക്ക് എന്തെങ്കിലും മാൽഫോർമേഷൻസ്, എന്തെങ്കിലും കയ്യിലായുക, കാലിലായുക, അതുപോലെ എന്തെങ്കിലും മെൻ്റൽ റിട്ടാർഡേഷൻ, അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഉണ്ടാകുന്ന കേസുകളിൽ, ഇങ്ങനെയൊക്കെയുള്ള കേസുകളിലാണ് മെയിനായിട്ടും അബോർഷന് നമ്മുടെ ലീഗലി ഇന്ത്യയിൽ അനുവദിക്കുന്നത്. പിന്നെയുള്ള കേസുകളെന്ന് പറയുന്നത് എന്തെങ്കിലും കോപ്പർട്ടി പോലുള്ള കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സിൻ്റെ ഫെയിലിയേഴ്സ് കൊണ്ടുണ്ടാകുന്ന പ്രഗ്നൻസീസ്, അതുപോലെ മറ്റൊന്നാണ് എന്തെങ്കിലും റേപ്പ് പോലുള്ള കാരണങ്ങൾ കൊണ്ടുണ്ടാകുന്ന പ്രഗ്നൻസീസ്. ഇതൊക്കെ ഇന്ത്യയിൽ ലീഗലി അബോർട്ട് ചെയ്യാവുന്ന പ്രഗ്നൻസീസാണ്. ഇത് വരുന്നത് MTP ആക്ടിൻ്റെ അണ്ടറിലാണ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടിട്ടുണ്ട്. അതിനെപ്പറ്റി പഠിക്കണമെന്നുള്ളവർ ഞാനിതിൻ്റെ ലാസ്റ്റ് ആഡ് ചെയ്തേക്കാം, ആ വീഡിയോ കയറി കാണുക കേട്ടോ. അപ്പം MTP എന്ന് പറഞ്ഞൊരു ആക്ട് ഉണ്ട്. ആ ആക്ട് പ്രകാരമാണ് അബോർഷൻസ് നമ്മുടെ ഇന്ത്യയിൽ ലീഗലാവുന്നത് കേട്ടോ. മറ്റെല്ലാ കേസുകളെ പോലെ തന്നെ, അതായത് സർജിക്കൽ പ്രൊസീജിയേഴ്സിനെ പോലെ തന്നെ ഇതിനും ഒരുപാട് റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട്. അതായത് ഈ ഒരു അബോർഷൻ ചെയ്യുന്നതിലൂടെ ബ്ലീഡിങ് ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം, അതുപോലെ റെയറായിട്ട് യൂട്രൈൻ റപ്ചേഴ്സ് ഒക്കെ ഉണ്ടാവാം. പിന്നെ അമ്മയുടെ മെൻ്റൽ സ്റ്റാറ്റസ് ഡൗൺ ആവാം. ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടൊക്കെ വേണ്ട രീതിയിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മെൻ്റലി ഡൗൺ ആയി പോവാം. അപ്പോൾ ഇതൊക്കെ മെയിനായിട്ടും ഉണ്ടാകാനുള്ള റിസ്ക്കാണ് കേട്ടോ, റിസ്ക് ഫാക്ടേഴ്സാണ്. ആൻഡ് ഇനി നമുക്ക് ടൈപ്സിലേക്ക് പോവാം. ആദ്യത്തേതാണ് സ്പോണ്ടേനിയസ് അബോർഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നാച്ചുറലി ഒക്കറാണ്. അതായത് അതൊരിക്കലും അമ്മയുടെ കയ്യിലല്ല. എന്ന് വെച്ചാൽ നമ്മളൊരു മെഡിക്കൽ മെത്തേഡ്സിലൂടെയോ സർജിക്കൽ മെത്തേഡ്സിലൂടെയോ ചെയ്യുന്ന കാര്യമല്ല സ്പോണ്ടേനിയസ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ക്രോമോസോമൽ അബ്നോർമാലിറ്റീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് കൊണ്ടോ ഹോർമോണൽ അബ്നോർമാലിറ്റീസ് കൊണ്ടോ അല്ലെങ്കിൽ യൂട്രസിനുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ അമ്മയ്ക്ക് ക്രോണിക്കായിട്ട് കുറേ നാളായിട്ട് ഉള്ള ഷുഗർ, ഡയബറ്റീസ്, അതുപോലെ തന്നെ ഹൈപ്പർ ടെൻഷനോ അങ്ങനെയുള്ള എന്തെങ്കിലും ക്രോണിക്കായിട്ടുള്ള തൈറോയിഡിൻ്റെ പ്രശ്നങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാകുന്നതാണ് സ്പോണ്ടേനിയസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ മദർ ഒരു ആൽക്കഹോളിക് വുമൺ ആണ്, അല്ലെങ്കിൽ ഒരു ഡ്രഗ് അബ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും ഈ ഒരു സ്പോണ്ടേനിയസ് അബോർഷൻ വരാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ആദ്യത്തേതാണ് ത്രെട്ടൻഡ് അബോർഷൻ. ഈ ഒരു അബോർഷൻ ബിഫോർ 20 വീക്സ് ഓഫ് പ്രഗ്നൻസിയിലായിരിക്കും നടക്കുന്നത്. ആൻഡ് ബേബിക്ക് ഹാർട്ട് ബീറ്റ് ഉണ്ടാവും, അതായത് ബേബി സ്റ്റിൽ അലൈവ് ആയിരിക്കും. എന്നാൽ പോലും ചെറിയ രീതിയിൽ ബ്ലീഡിങ് ഉണ്ടാവും, സ്പോട്ടിങ് ഉണ്ടാവും, സെർവിക്സ് ക്ലോസ്ഡ് ആയിരിക്കും. പ്രഗ്നൻസി കണ്ടിന്യൂ ചെയ്യുന്നതിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇതിനെയാണ് ത്രെട്ടൻഡ് അബോർഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തേതാണ് ഇന്നെവിക്റ്റബിൾ അബോർഷൻ. ഇതിൽ നല്ല സിവിയർ ടൈപ്പ് ഓഫ് ബ്ലീഡിങ് ആയിരിക്കും ഉണ്ടാവുക.
അതുപോലെ സെർവിക്സ് ഓപ്പൺ ആയിരിക്കും ആൻഡ് ബേബി ഡെത്തായിട്ടുണ്ടാവും. അപ്പോൾ ഈ ഒരു ഡെത്തായിട്ടുള്ള ഈ ഒരു ബേബിയുടെ പ്രോഡക്റ്റ്സ് കാര്യങ്ങളൊക്കെ എക്സ്പെൽ ചെയ്ത് ഔട്ട്സൈഡിലേക്ക് വരാൻ വേണ്ടിയിട്ടായിരിക്കും സെർവിക്സ് ഓപ്പൺ ആയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതാണ് ഇന്നെവിറ്റബിൾ അബോർഷൻ എന്ന് പറയുന്നത്. നല്ല സിവിയർ അബ്ഡോമിനൽ ക്രാമ്പിങ്സ് ഉണ്ടാവും, ബ്ലീഡിങ് ഉണ്ടാവും. അടുത്തതാണ് കംപ്ലീറ്റ് അബോർഷൻ. അതായത് യൂട്രസിൻ്റെ അകത്തുള്ള ബേബിയുടെ പ്രോഡക്ട്സും അതുപോലെ തന്നെ ടിഷ്യൂസ്, മാസ് കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ പ്ലാസൻഡ, ഇതെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഔട്ട്സൈഡിലേക്ക് ഇറങ്ങി വരുന്നതിനാണ് കംപ്ലീറ്റ് അബോർഷൻ എന്ന് പറയുന്നത്. അതേസമയം ഇൻകംപ്ലീറ്റ് അബോർഷൻ എന്ന് പറയുന്നത് മറ്റൊരു ടൈപ്പാണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പാർട്ട് മാത്രമായിരിക്കും പുറത്തേക്ക് വരിക ആൻഡ് സം റിമെയിൻസ് ഇൻസൈഡ് ദ ക്യാവിറ്റി. അതായത് കുറച്ച് പാർട്സ് ഉള്ളിൽ തന്നെ റിമെയിൻ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതിനെയാണ് ഇൻകംപ്ലീറ്റ് അബോർഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് മിസ്ഡ് അബോർഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫീറ്റസ് ഓൾറെഡി ഡെഡ് ആയിട്ടുണ്ടാവും, പക്ഷേ അതിൻ്റേതായ ഒരു സിംറ്റംസ് ഉണ്ടാവില്ല, ഒരു ബ്ലീഡിങ് ഉണ്ടാവില്ല, ഒരു പെയിൻ ഉണ്ടാവില്ല. ഇതൊന്നും ഇല്ലാത്ത ഒരു അബോർഷനാണ് മിസ്ഡ് അബോർഷൻ. അടുത്തത് സെപ്റ്റിക് എന്ന് പറഞ്ഞാൽ പേര് പോലെ തന്നെ മദറിനുണ്ടാവുന്ന ഇൻഫെക്ഷൻ കൊണ്ട് ഉണ്ടാവുന്ന അബോർഷനാണ് സെപ്റ്റിക് അബോർഷൻ. ഈ ഒരു കേസിൽ മെയിനായിട്ടും ലൈഫിൻ്റെ കാര്യം, അതായത് മദറിൻ്റെ ലൈഫിൻ്റെ കാര്യം കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ട്രീറ്റ്മെൻറ്റ് മസ്റ്റ് നീഡഡ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ടും സ്പോണ്ടേനിയസ് ടൈപ്പ് ഓഫ് അബോർഷനിൽ വരുന്നത്. നമ്മളിപ്പോൾ ഒരു 6 ടൈപ്പ് പഠിച്ചു: ത്രെട്ടൻഡ്, ഇന്നെവിക്റ്റഡ്, ഇൻകംപ്ലീറ്റ്, കംപ്ലീറ്റ്, മിസ്ഡ് ആൻഡ് സെപ്റ്റിക്. അപ്പോൾ ഇത്രയൊക്കെ പഠിച്ച സ്ഥിതിക്ക് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു ചെറിയ ടോപ്പിക്കും കൂടി വരുന്നുണ്ട് ഇതിൻ്റെ ബാക്കി തന്നെ. 2ാമത്തെ ടൈപ്പ് നമ്മളൊരു അബോർഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻഡ്യൂസ്ഡ് ടൈപ്പ്. ആ ഒരു ടൈപ്പിൽ മെഡിക്കൽ, സർജിക്കലൊക്കെ വരുന്നുണ്ട്. അത് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ടതുള്ളത് കൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇവിടെ കട്ട് ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണും വരെ ബൈ.